വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൺ റോസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റായ ഈ മട്ടൺ റോസ്റ്റ് ഇതേ രീതിക്ക് തന്നെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം അളവിൽ മട്ടൺ ഒരു പ്രഷർ കുക്കറിലിട്ട് അതിലേക്ക് ഇതുപോലെ എരിവിനനുസരിച്ച് 6 പച്ചമുളകും 10-12 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മിക്സി ജാറിലിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചതച്ച് വേണം എടുക്കാൻ. ഇതിൽ പകുതി ഇപ്പോൾ നമുക്ക് മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി പിന്നീട് ആവശ്യമുണ്ട്, അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇപ്പോൾ നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ അടുക്കി പിടിക്കാതിരിക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലാക്കി ഒരു 5-6 വിസിൽ വെച്ചിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. ഓരോ കുക്കർ അനുസരിച്ച് വേവിന് വ്യത്യാസം വരും, അപ്പോൾ അത് നോക്കിയിട്ട് മട്ടൺ വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, തുറന്ന് നോക്കാം. മട്ടൺ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മട്ടൺ വേവാൻ ഒഴിച്ചു കൊടുത്ത വെള്ളവും പിന്നെ മട്ടണിൽ നിന്നുള്ള വെള്ളവും ഉണ്ട്. ഇത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമാണ്, അതങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഏലക്കയും 5-6 ഗ്രാമ്പും ഒരു തക്കോലവും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബാക്കി ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി പച്ചമണം പോയി തുടങ്ങുമ്പോൾ ഏകദേശം 20ഓളം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എന്നാൽ ചെറിയ ഉള്ളിയിൽ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയം സ്റ്റൗ മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ നിറമാകണം. ഇത്രയും ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം പൊടിയുടെ പച്ചമണം പോകാനായി 2 മിനിറ്റ് നമുക്കിതുപോലെ വഴറ്റി കൊടുക്കണം. റോസ്റ്റിന് ഇതുപോലെ കുറച്ച് ഡാർക്ക് നിറം കിട്ടാനാണ് കൂടുതൽ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കുന്നത്. മുളക് പൊടി കൂടുതൽ ചേർക്കാണ്ട് ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി എല്ലാം വഴറ്റിയെടുക്കണം. പുളി കൂടിപ്പോവരുത്, ചെറിയൊരു തക്കാളി ചേർത്താൽ മതി. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് മട്ടൺ വെന്ത വെള്ളം മാത്രം മാറ്റി ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതിൽ കിടന്ന് വെന്ത് ഒരു കുഴമ്പ് പരുവത്തിൽ വരണം. കടായി ഒന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല രീതിക്ക് തക്കാളിയും ഉള്ളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച മട്ടൺ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് തുടർച്ചയായി നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. ഒരുപാട് ഡ്രൈ ആകാനും പാടില്ല, രണ്ടിൻ്റെയും ഇടയ്ക്ക് വേണം റോസ്റ്റാക്കി എടുക്കാൻ. ഈ സമയം ഉപ്പും എരിവും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ റോസ്റ്റിന് ഉപ്പ് പാകത്തിനുണ്ട്. നിങ്ങൾക്ക് എരിവാണ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതേ രീതിക്ക് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ നല്ലൊരു മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മട്ടൺ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇതുവരെ ഫീനാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.